ഇന്ന് നമ്മൾ ഇവിടെ ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്റർ 7 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഈ ഒരു ചാപ്റ്ററിൽ കുറേ പോർഷൻ നമ്മൾ NCERT സിലബസിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡും ഒക്കെ കട്ട് ചെയ്തേക്കുന്നതാണ്. ആനിമൽ ടിഷ്യൂസും ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റവും കോക്രോച്ചും മതി നമുക്ക്. എർത്ത് വർമും ഫ്രോഗും നമുക്ക് പഠിക്കാനില്ല കേട്ടോ. അപ്പോൾ ഈ 3 പോർഷനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആനിമൽ ടിഷ്യൂസ്, ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ആൻഡ് കോക്രോച്ച്. ഈ 3 പോർഷനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് സെഷനാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട് എന്ന് പഠിച്ചു അല്ലെ. ആനിമൽ കിങ്ഡം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ യൂണിസെല്ലാർ ഓർഗാനിസംസ് ഉണ്ടെന്നും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടെന്നും ആനിമൽ കിങ്ഡം ഒക്കെ പഠിച്ചു. അതിനകത്ത് യൂണിസെല്ലുലാർ ആനിമലും മൾട്ടി സെല്ലുലാർ ആനിമലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള യൂണിസെല്ലുലാർ ആനിമൽ അത് യൂണിസെല്ലുലാർ ആയതുകൊണ്ട് മാത്രം കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും ആനിമൽ കിങ്ഡത്തിലും ഒക്കെ ആയിട്ട് അല്ലെ. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ അതിന്റെ എല്ലാ ഫങ്ഷൻസും ലൈക്ക് ഡൈജഷനും റെസ്പിറേഷനും റീപ്രൊഡക്ഷനും ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ല് തന്നെയാണ്, അതായത് ഒറ്റ സെല്ല് തന്നെയാണ്. പക്ഷേ കോംപ്ലക്സ് ബോഡിയുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആനിമൽസിൽ ബേസിക് ഫങ്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് വെൽ ഓർഗനൈസ്ഡ് മാനറിൽ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് സെൽസ് ഒരു വെൽ ഓർഗനൈസ്ഡ് വേയിൽ അറേഞ്ച് ചെയ്ത് ആ ഗ്രൂപ്പ് ഓഫ് സെൽസ് കൂടിയിട്ടാണ് ഇവരുടെ ബേസിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഓർഗാനിസം ലൈക്ക് ഹൈഡ്ര പോലത്തെ ഒരു ഓർഗാനിസം എടുത്തു നോക്കിയാൽ നമുക്കറിയാലോ ടിഷ്യൂ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഹൈഡ്രയ്ക്ക് ഉള്ളത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ് അവരുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്പർ ഓഫ് സെൽസ് ഒക്കെ വന്നിട്ട് തൗസൻഡ്സ് ഓഫ് നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവും അവരുടെ. അപ്പൊ ഈ തൗസൻഡ്സ് ഓഫ് നമ്പർ ഓഫ് സെൽസ് കൂടിയിട്ടാണ് അവരുടെ ഫങ്ഷൻസ് ചെയ്യുന്നത്. അതേപോലെ ഹ്യൂമൻ ബോഡി എടുത്താലോ ബില്യൺസ് ഓഫ് സെൽസ് ഉണ്ടാവും വേരിയസ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഈ എല്ലാ സെൽസും കൂടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ സെൽസ് എല്ലാം കൂടിയിട്ട് കോർഡിനേറ്റഡ് വേയിൽ വർക്ക് ചെയ്യുന്നത്? മൾട്ടി സെല്ലുലാർ ആനിമൽസിന്റെ കേസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് അതിന്റെ ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസും എല്ലാം കൂടിയിട്ട് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതൊരു പർട്ടിക്കുലർ ഓർഗനൈസേഷനാണ്. അതിന് നമ്മൾ ടിഷ്യൂ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സച്ച് ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ആസ് ടിഷ്യൂ. അപ്പൊ കുറെ സെൽസ് കൂടിയിട്ട് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ, ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അതൊരു ഓർഗനൈസേഷനിലാണ്, ഒരു കോർഡിനേഷനിലാണ് അല്ലെ അതിന്റെ ഫംഗ്ഷൻസ് ചെയ്യുന്ന. ആ ഒരു ഓർഗനൈസേഷനെ നമുക്ക് ടിഷ്യൂ എന്ന് വിളിക്കാം. നമുക്ക് ഈ ബില്യൺസ് ഓഫ് സെൽസ് ഉള്ള ഇത്ര കോംപ്ലക്സിറ്റി കൂടിയ ആനിമൽസിലെ എല്ലാ ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആകെ 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും നമുക്ക് അല്ലെ. അതായത് നമ്മുടെ ബോഡിയിലെ എല്ലാ കംപ്ലീറ്റ് ഫങ്ഷൻസും ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ 4 തരത്തിലുള്ള ടിഷ്യൂസ് ഉള്ളൂ എന്ന്. ഈ ടിഷ്യൂസ് ഓർഗനൈസ് ചെയ്തേക്കുന്ന ഒരു സ്പെസിഫിക് പ്രപ്പോർഷനിലും പാറ്റേണിലും ഓർഗനൈസ് ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യും. അതായത് സ്റ്റൊമക്ക്, ലങ്, ഹാർട്ട്, കിഡ്നി ഇതൊക്കെ ഫോം ചെയ്യുന്നത് ഈ എല്ലാ ടിഷ്യൂസും, ഈ 4 തരത്തിലുള്ള ടിഷ്യൂസും ഒരു പർട്ടിക്കുലർ പാറ്റേണിലും ഒരു പർട്ടിക്കുലർ പ്രപ്പോർഷനിലും അറേഞ്ച് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഒരു ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. 2 അതിൽ കൂടുതലോ ഓർഗൻസ് ഒരു കോമൺ ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ, അതായത് കോമൺ ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കൽ ഇന്ററാക്ഷൻ കൊണ്ട് ഒരു കോമൺ ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അത് ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറും. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം. ഇതൊക്കെ ഓർഗൻ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ സെൽസും ടിഷ്യൂസും ഓർഗൻസും ഓർഗൻ സിസ്റ്റം ഒക്കെ നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പല വർക്കും സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഡിവിഷൻ ഓഫ് ലേബർ, ഓരോരുത്തർക്ക് ഓരോ വർക്ക്, ഓരോ ലേബർ പ്രൊവൈഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ബോഡിയുടെ സർവൈവൽ സാധ്യമാക്കുന്നു. അതാണ് നമ്മുടെ ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് സെൽസും ടിഷ്യൂസും ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ കൂടി നമ്മുടെ ബോഡിയുടെ ഓരോരോ ഫങ്ഷൻസ് സ്പ്ലിറ്റ് ചെയ്ത് ഡിവിഷൻ ഓഫ് ലേബർ എന്ന ആ ഒരു പ്രോസസ് വഴി അത് എക്സിബിറ്റ് ചെയ്യുന്ന ഡിവിഷൻ ഓഫ് ലേബർ ആണ്. അതായത് വർക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തർക്ക് ഇന്ന വർക്ക് ഈ ടിഷ്യൂ ചെയ്യണം, ഇന്ന വർക്ക് ഈ ഓർഗൻ ചെയ്യണം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവിഷൻ ഓഫ് ലേബർ വഴിയാണ് നമ്മുടെ ബോഡിയുടെ സർവൈവൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് ഫങ്ഷൻസും ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം.
In the preceding chapters, you came across a large variety of organisms, both unicellular and multicellular, of the animal kingdom. In unicellular organisms, all functions like digestion, respiration, and reproduction are performed by a single cell. In the complex body of multicellular animals, the same basic functions are carried out by different groups of cells in a well-organized manner. The body of a simple organism like Hydra is made of different types of cells, and the number of cells in each type can be in thousands. The human body is composed of billions of cells to perform various functions. How do these cells in the body work together? In multicellular animals, a group of similar cells along with intercellular substances perform a specific function. Such an organization is called tissue. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസും അതിൻ്റെ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസസും കൂടെ കൂടിയതാണ് ഒരു ടിഷ്യൂ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി you may be surprised to know that all complex animal consist of only 4 basic type of tissues. These tissues are organized in specific proportion and pattern to form an organ like stomach, lung, heart and kidney. When two or more organs perform a common function by their physical and or chemical interaction, they together form organ system. Example, digestive system, respiratory system, etc. Cells, tissues, organs and organ system split up the work in a way that exhibit division of labor and contribute to the survival of the body as a whole. നമ്മൾ പറഞ്ഞു ആനിമൽ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് 4 തരത്തിലുള്ള ടിഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ ആനിമൽ ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓരോ സെൽസും അതിൻ്റെ ഓരോ സെല്ലിൻ്റെയും സ്ട്രക്ചറും ഒക്കെ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ ടിഷ്യൂസും അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും അനുസരിച്ച് നമുക്ക് ടിഷ്യൂസിനെ 4 തരത്തിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ, ഇങ്ങനെ 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂ നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ എപ്പിത്തീലിയം എന്നാണ് കോമൺലി റെഫർ ചെയ്യുന്നത്. എപ്പിത്തീലിയത്തിന്റെ പ്ലൂറലാണ് എപ്പിത്തീലിയ എന്ന് പറയുന്നത്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ഒരു ഫ്രീ സർഫസ് ഉണ്ട്. അത് ഒന്നുപോലെ ബോഡി ഫ്ലൂയിഡിലേക്കായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവറോൺമെന്റിലേക്കായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് അല്ലെങ്കിൽ ഒരു കവറിങ് ഓർ ലൈനിങ് ഓർ സം പാർട്ട് ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡി പാർട്സിൽ ഒരു ലൈനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡക്റ്റിനെ കവർ ചെയ്ത് നിൽക്കുക, അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അങ്ങനെ നമ്മുടെ ബോഡി പാർട്സ്, പിന്നെ നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്ത് നിൽക്കുന്നത്, ലങ്സിനെ കവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു ലൈനിങ് പോലെ എല്ലാ ഓർഗൻസിനെയും കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടിഷ്യൂ ആണ് ഈ പറയുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ അറേഞ്ച് ചെയ്തേക്കുന്ന കമ്പാക്ട്ലി പാക്ഡ് ആണ് വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. കുറച്ച് ഇന്റർസെല്ലുലാർ മാട്രിക്സോട് കൂടി കമ്പാക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തേക്കുന്ന രീതിയിലാണ് എന്ത് കാണുക, എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുക. എപ്പിത്തീലിയൽ ടിഷ്യൂ മേജർലി 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സി എപ്പിത്തീലിയം ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. അതായത് സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നിങ്ങനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സിമ്പിൾ എപ്പിത്തീലിയം കമ്പോസ് ചെയ്തേക്കുന്ന ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. അത് ഫങ്ഷൻ ചെയ്യുന്നത് ബോഡി ക്യാവിറ്റിയുടെ ലൈനിങ് ആയിട്ടോ ഡക്റ്റിന്റെ ലൈനിങ് ആയിട്ടോ ട്യൂബിന്റെ ലൈനിങ് ആയിട്ടൊക്കെയാണ് എന്ത് ഫങ്ഷൻ ചെയ്യുന്നത്, സിമ്പിൾ എപ്പിത്തീലിയം ഫങ്ഷൻ ചെയ്യുന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് 2ഓ അതിൽ കൂടുതലോ സെല്ലുലാർ ലെയേഴ്സ് ഉണ്ടാവും. അതിന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ സർഫസിൽ നമുക്ക് കാണാൻ കഴിയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയാണ് കേട്ടോ. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. പ്രൊട്ടക്റ്റീവ് ആണ് കോമ്പൗണ്ട്, പ്രൊട്ടക്ഷൻ ആണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ കേട്ടോ. ഇനി ഈ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ അനുസരിച്ച് ഈ സെൽസ്, എപ്പിത്തീലിയൽ സെൽസ് നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസ് നമുക്ക് സ്ക്വോമസ് എപ്പിത്തീലിയം എന്നും ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്നും കൊളുംനാർ എപ്പിത്തീലിയം എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ആ സ്ട്രക്ചർ സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ സ്ട്രക്ചർ അനുസരിച്ച് അതിൻ്റെ അതിൻ്റെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്തേക്കുന്നത്, സെല്ല് എങ്ങനെയാണ് മോഡിഫൈ ചെയ്തേക്കുന്നത്, ആ മോഡിഫിക്കേഷൻ വരുന്ന അതിൻ്റെ പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ എപ്പിത്തീലിയത്തിനൊരു ഫംഗ്ഷൻ ഉണ്ടാവില്ല, ആ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പലതരത്തിൽ പല ഷേപ്പിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ക്വോമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയം. അപ്പോൾ നമുക്ക് എപ്പിത്തീലിയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞത്. നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നെക്സ്റ്റ് പാർട്ട് നോക്കാം കേട്ടോ.
Animal tissues. The structure of the cells vary according to their function. Therefore, the tissues are different and are broadly classified into 4 types: epithelial, connective, muscular tissue and neural tissue. Epithelial tissue. We commonly refer to an epithelial tissue as epithelium. Its plural is epithelia. This tissue has a free surface which faces either a body fluid or the outside environment and thus provide a covering or a lining for some part of the body. The cells are compactly packed with a little intercellular matrix. There are 2 types of epithelial tissues, namely simple epithelium and compound epithelium. Simple epithelium is composed of a single layer of cells and function as a lining for body cavities. That is duct and tube. Body cavity, ductum, tube ഒക്കെ ലൈൻ ചെയ്തേക്കുന്ന സിമ്പിൾ എപ്പിത്തീലിയം കൊണ്ടാണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം consists of 2 or more cell layers and has protective function as it does in our skin. On the basis of the structural modification of the cell, simple epithelium is further divided into 3 types, that is squamous epithelium, cuboidal epithelium and columnar epithelium. ഇവിടെ അതിന്റെ ഡയഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തേക്കുന്ന സ്കോമസ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ആണ് ബി ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്ന ക്യൂബ് പോലെയാണ് അതിന്റെ എപ്പിത്തീലിയൽ സെൽസ്. കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ആണ് സി ഡയഗ്രത്തിലും അതേപോലെ തന്നെ ഡി ഡയഗ്രത്തിലും കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ സി ഡയഗ്രത്തിൽ പക്ഷെ സിലിയ ഇല്ല എന്ന് മാത്രം. കൊളുംനാർ ഒരു എന്താ പറയാ ലോങ്ങേറ്റഡ് സെല്ലാണ് കൊളുംനാർ എപ്പിത്തീലിയൽ സെൽ. അതേപോലെ തന്നെ അതിന് സിലിയ ഉണ്ടെങ്കിൽ അതിന് സിലിയേറ്റഡ് കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സ്കോമസ് എപ്പിത്തീലിയം എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ നോക്കാം. കണ്ടത് ഇതാണ് സ്കോമസ് എപ്പിത്തീലിയം കേട്ടോ. സ്കോമസ് എപ്പിത്തീലിയം സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ബൗണ്ടറീസ് വന്ന് ഇറഗുലറാ. കണ്ടത് ഇതിന്റെ ബൗണ്ടറീസ് നമുക്കൊരു പർട്ടിക്കുലർ ഷേപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ഇറഗുലർ ബൗണ്ടറീസ് ഉള്ള തിൻ ലെയർ ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് സെൽസ് ആയിരിക്കും സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. എപ്പിത്തീലിയത്തിൽ ഉള്ള സെൽസ് അത് ബ്ലഡ് വെസൽസിന്റെ വോളിലും എയർ സാക്ക് ഓഫ് ലങ്സ് ആൽവിയോളസിന്റെ വോളിലും ഒക്കെയാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. അത് ഡിഫ്യൂഷൻ ബൗണ്ടറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്താണ് ബ്ലഡ് വെസൽസ് അതായത് ബ്ലഡ് ക്യാപ്പിലറീസ് ഒക്കെ ഉണ്ടല്ലോ, ഏറ്റവും തിന്നായിട്ടുള്ള തിന്നസ്റ്റ് ബ്ലഡ് വെസൽ അതാണ് ബ്ലഡ് ക്യാപ്പിലറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലഡ് ക്യാപ്പിലറിയിലൊക്കെ ഡിഫ്യൂഷൻ നടക്കണം, അതായത് എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് നടക്കണം. അപ്പൊ ബ്ലഡ് വഴിയാണ് നമുക്ക് ഫുഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ബ്ലഡ് വഴിയാണ് നമുക്ക് എന്താണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ഫുഡും ഓക്സിജനും ഒക്കെ എവിടെയാണോ വേണ്ടത് ആ ടിഷ്യൂലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ബ്ലഡ് ക്യാപ്പിലറീസിൽ കാണുന്ന സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, അതിന് എൻഡോത്തീലിയൽ സെൽസ് എന്നാ പറയാ, ആ എൻഡോത്തീലിയൽ സെൽസ് വഴി ഡിഫ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ട് ഇറങ്ങണം, നമ്മുടെ ടാർഗറ്റ് ടിഷ്യൂലേക്ക് ഇറങ്ങണം ഓക്സിജനും അതുപോലെ ന്യൂട്രിയൻസും. അതേപോലെ ടാർഗറ്റ് ടിഷ്യൂന്ന് എന്തെങ്കിലും റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് ടിഷ്യൂന്ന് ഈ ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യണം. എന്ത് വഴി? ആ എൻഡോത്തീലിയം അല്ലെങ്കിൽ സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം വഴി ബ്ലഡ് ക്യാപ്പിലറീസിന്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഈ സ്കോമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഒരു ഡിഫ്യൂഷൻ ബൗണ്ടറിയാണ്. ആ ഡിഫ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ വളരെ തിന്നായിട്ട് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയൽ ടിഷ്യൂന് ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെല്ലാണ് അതിനകത്ത് കാണുന്നത്. കണ്ട, സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽ ഈസ് പ്രസന്റ് ഇൻ ദ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇത് സാധാരണയായിട്ട് കാണുന്നത് ഗ്ലാൻസിന്റെ ഒക്കെ ഡക്റ്റിലും നെഫ്രോണിന്റെ ഒക്കെ ട്യൂബുലാർ പോർഷനിലും, ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ അതായത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുന്നത്. അതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷനും അബ്സോർപ്ഷനുമാണ്. നമുക്കറിയാം കിഡ്നിയുടെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് കിഡ്നി വെയർ ദ റീ അബ്സോർപ്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഒക്കേഴ്സ് ആൻഡ് സെക്രീഷൻ ഓഫ് പാർട്ടിക്കിൾ ഒക്കേഴ്സ് ടു ദ ബ്ലഡ് ക്യാപ്പിലറീസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ല, നമ്മൾ വരുന്നേ ഉള്ളൂ. എന്നാലും ആ ഒരു ഭാഗത്ത്, അതായത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ പാർട്ടിക്കിൾസ് ആ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അത് ചില അയോണിക് പാർട്ടിക്കിൾസ് ആണ്, അമോണിയം, ഹൈഡ്രജൻ അയോൺസ്, ഇതൊക്കെ ആ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫിൽട്രേറ്റ് ചെയ്യുന്ന എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, വാട്ടർ മോളിക്യൂള്, സോഡിയം അയോൺസ്, ഇതൊക്കെ
ഒക്കെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ സെക്രീഷനും അബ്സോർപ്ഷനും നടക്കുന്നത് ആ കിഡ്നി ട്യൂബ്യൂളിനെ ലൈൻ ചെയ്തേക്കുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ വഴിയാണ്. അപ്പോൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് that will help in secretion and absorption. കേട്ടോ. ഇനി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് നെഫ്രോൺ ഇൻ ദ കിഡ്നി ഹാസ് മൈക്രോവില്ലൈ. ഇനി നമ്മൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ ട്യൂബ്യൂൾ ഓഫ് കിഡ്നിയിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അതായത് കിഡ്നി ട്യൂബ്യൂളിന്റെ അല്ലെങ്കിൽ നെഫ്രോണിന്റെ ഫസ്റ്റ് കോയിൽഡ് റീജിയൻ ആണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അവിടെ കുറേ പാർട്ടിക്കിൾസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്, മാക്സിമം റീ അബ്സോർപ്ഷൻ നടക്കുന്ന ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. അപ്പോൾ അവിടുത്തെ അബ്സോർപ്ഷൻ നടക്കുന്ന പാർട്ടിക്കിൾസിന് മാക്സിമം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസ് ഏരിയ കൂട്ടേണ്ടതായിട്ടുണ്ട്. ആ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ കാണുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ മൈക്രോവില്ലൈ എന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ആ മൈക്രോവില്ലൈ എന്തിനു വേണ്ടിയിട്ടാണ്? സർഫസ് ഏരിയ കൂട്ടിയിട്ട് മാക്സിമം റീ അബ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സർഫസ് ഏരിയ കൂട്ടിയിട്ട് മാക്സിമം റീ അബ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് കൊളുംനാർ എപ്പിത്തീലിയാണ്. കൊളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്ന സിംഗിൾ ലെയർ ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ്, ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് സിംഗിൾ ലെയർ കാണുന്നതാണ് കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. അതിന്റെ ന്യൂക്ലിയസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന അതിന്റെ ബേസ് റീജിയനിലേക്കായിരിക്കും. അതാ കണ്ടോ, അതിന്റെ സെന്റർ ഭാഗത്തല്ല ഒന്നിന്റെ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. കണ്ടോ, ഒന്നുപോലെ ഈ അറ്റത്തായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അറ്റത്തായിരിക്കും ഇരിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സി ദ ന്യൂക്ലിയസ് ഇസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ ബേസ്. ഇതിന്റെ ഫ്രീ സർഫസിൽ ചിലപ്പോൾ മൈക്രോവില്ലൈ ഉണ്ടാവാം. കൊളുംനാർ എപ്പിത്തീലിയത്തിന്റെ ഫ്രീ സർഫസിൽ മൈക്രോവില്ലൈ ഉണ്ടാവാം. സാധാരണയായിട്ട് മൈക്രോവില്ലൈ കാണുന്നത് കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂല് മൈക്രോവില്ലൈ സാധാരണയായിട്ട് കാണുന്നത് എന്തെങ്കിലും ഫ്ലാപ്പിംഗ് മൂവ്മെന്റ് ഒക്കെ നടത്തേണ്ട ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇനി ഈ കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുന്നത് സ്റ്റൊമക്കിനെ ലൈൻ ചെയ്തും ഇൻറ്റസ്റ്റൈനെ ലൈൻ ചെയ്തും ഒക്കെയാണ് ഈ കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ് കാണുന്നത്. അത് സെക്രീഷനും അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റൊമക്കിന്റെ ഭാഗത്ത് കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ സ്റ്റൊമക്കിന്റെ ഭാഗത്ത് ഇരിക്കുന്ന ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ സെക്രീഷൻ, അതായത് ചില ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഉണ്ടാക്കുന്ന ഈ പറയുന്ന കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗത്തിരിക്കുന്ന കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസിന് മൈക്രോവില്ലയും ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെക്രീഷനും അബ്സോർപ്ഷനും തന്നെയാണ് എന്തും ഹെൽപ്പ് ചെയ്യുന്നത്, കൊളുംനാർ എപ്പിത്തീലിയം ഹെൽപ്പ് ചെയ്യുന്നത്. കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസിനും ക്യൂബോയിഡൽ സെൽസിനും സിലിയ ഉണ്ടെങ്കിൽ, അതിന്റെ ഫ്രീ സർഫസിൽ സിലിയ ഉണ്ടെങ്കിൽ അത് നമ്മൾ സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്നാണ് പറയുന്നത്. ഈ സിലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം വിത്ത് സിലിയ, കൊളുംനാർ എപ്പിത്തീലിയം വിത്ത് സിലിയ. അപ്പൊ സിലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം, സിലിയേറ്റഡ് കൊളുംനാർ എപ്പിത്തീലിയം, അങ്ങനെയൊക്കെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മ്യൂക്കസ് ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ എപ്പിത്തീലിയത്തിന്റെ പുറത്തേക്കൂടെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പിത്തീലിയത്തിന്റെ പുറത്തേക്കൂടെ ചില പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മ്യൂക്കസിന്റെ ഒക്കെ മൂവ്മെന്റിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഈ പറയുന്ന സിലിയേറ്റഡ് കൊളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉള്ളത്. സാധാരണയായിട്ട് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഹോളോ ഓർഗൻസ് ആയിട്ടുള്ള ബ്രോങ്ക്യൂൾസിലും ഫാലോപ്പിയൻ ട്യൂബിലാണ്. നമുക്കറിയാലോ ബ്രോങ്ക്യൂൾസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഈ കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ സിലിയേറ്റഡ് ആണെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫ്ലാപ്പിംഗ് മൂവ്മെന്റ് ഓഫ് ദിസ് കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ സിലിയ ഹെൽപ്പ് ചെയ്യും. അതായത് സിലിയയുടെ ഫ്ലാപ്പിംഗ് മൂവ്മെന്റ് കൊണ്ട് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ റിമൂവ് ആയി പോകും. ഫോറിൻ പാർട്ടിക്കിൾസ് ഒന്നും നമ്മുടെ ലങ്സിലേക്ക് പോവാതിരിക്കും. അതുപോലെ ഫാലോപ്പിയൻ ട്യൂബില് ഓവം പുറത്തേക്ക് വരുന്ന, ഓവറിന്ന് ഓവം പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഓവത്തിനെ ഫ്ലാപ്പ് ചെയ്ത് ഫാലോപ്പിയൻ ട്യൂബിന്റെ ഒരു ഭാഗത്ത് എത്തിക്കഴിയുമ്പോഴാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ സൈഗോട്ടിനെ ഫ്ലാപ്പ് ചെയ്ത് എങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അത് യൂട്രസിലേക്ക് കൊണ്ടുവരണം. അതിനും ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, ഈ സിലിയേറ്റഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ബ്രോങ്ക്യൂളിനെയും ഫാലോപ്പിയൻ ട്യൂബിനെയും ഒക്കെ കവർ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്കോമസ് എപ്പിത്തീലിയം എന്താണെന്നും ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്താണെന്നും കൊളുംനാർ എപ്പിത്തീലിയം എന്താണെന്നും കൊടുത്തേക്കുന്ന ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. ദ സ്കോമസ് എപ്പിത്തീലിയം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ വാൾ
walls of blood vessels and air sacs of lungs and are involved in functions like forming a diffusion boundary. The cuboidal epithelium is composed of a single layer of tube-like cells. This is commonly found in ducts of glands and tubular parts of nephron in kidney, and its main function are secretion and absorption. The epithelium of proximal convoluted tubule of nephron in the kidney has microvilli. Microvilli ഇവിടെ ചെയ്യുന്നത് സർഫസ് ഏരിയ കൂട്ടുകയാണ്, മാക്സിമം റീഅബ്സോർപ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് ഫിൽട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. The columnar epithelium is composed of a single layer of tall and slender cells. Their nuclei are located at the base. Free surface may have microvilli. They are found in the lining of stomach and intestine and help in secretion and absorption. If the columnar or cuboidal cells bear cilia on their free surface, they are called ciliated epithelium. Their function is to move particles or mucus in a specific direction over the epithelium. They are mainly present in the inner surface of hollow organs like bronchiole and fallopian tubes. ഇനി ചില ക്യൂബോയിഡൽ സെൽസും അതുപോലെ തന്നെ കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂയും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് സെക്രീഷന് വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ദൈ കാണിച്ചേക്കുന്നതാണ് കേട്ടോ. ചില കൊളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെൽസ് സ്പെഷ്യലൈസ് ചെയ്ത് സെക്രീഷൻ ചെയ്യുന്ന സെക്രീഷൻ എന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നാണ് പറയുന്നത്. ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം സാധാരണയായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, അത് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽസ് ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ദ എലിമെന്ററി കനാലിലെ ഗോബ്ലെറ്റ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ഗോബ്ലെറ്റ് സെൽസിന്റെ ഫംഗ്ഷൻ അല്ലേ. ആ ഗോബ്ലെറ്റ് സെൽസ് എലിമെന്ററി കനാലിന് മ്യൂക്കസ് സെക്രീഷൻ ചെയ്യും. അതെന്താണ്? യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ സെൽസ് ആണ്. യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ സെൽസ് ആണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ സെൽസ് ആണ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ് സലൈവറി ഗ്ലാൻഡ്. അതായത് സലൈവറി ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ കൊണ്ടാണ്. ആ സലൈവറി ഗ്ലാൻഡ് മൾട്ടി സെല്ലുലാർ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാൻഡുലാർ ടിഷ്യൂ, അതും ഈ പറയുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് കേട്ടോ. മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ആണ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത് എ ക്ലസ്റ്റർ ഓഫ് സെൽസ്, അത് ഒരു ഗ്രൂപ്പ് സെല്ല് കൂടിയിട്ട് സെക്രീഷൻ ഉണ്ടാക്കുന്നു എന്നർത്ഥത്തിലാണ് കേട്ടോ പറയുന്നത്. അത് ഈ ഗോബ്ലെറ്റ് സെൽസ് കൊളുംനാർ എപ്പിത്തീലിയം ആണ്. അതേപോലെ തന്നെ സലൈവറി ഗ്ലാൻഡ് ഉണ്ടാക്കിയേക്കുന്നതും കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടാണ് കേട്ടോ. ഇനി അതിന്റെ മോഡ് ഓഫ് സെക്രീഷൻ, എങ്ങനെയാണ് അതിന്റെ സെക്രീഷൻ പോറ് ചെയ്യുന്നത് എന്നനുസരിച്ച് ഗ്ലാൻഡ്സിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്നും എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നും. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ മ്യൂക്കസ്, സലൈവ, ഇയർ വാക്സ്, ഓയിൽ, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈംസ്, അതർ സെൽ പ്രോഡക്ട്സ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന എക്സോക്രൈൻ ഗ്ലാൻഡാ. അതിന്റെ പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡക്റ്റ് അല്ലെങ്കിൽ ട്യൂബ് ഉണ്ടാവും. അതിന്റെ ടാർഗറ്റ് സൈറ്റിലേക്ക് അതിന്റെ പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുള്ളൂ. ഇവിടെ നോക്കിക്കേ, എക്സോക്രൈൻ ഗ്ലാൻഡ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന, മ്യൂക്കസ് വേണ്ട ഒരു ഭാഗം ഉണ്ടാവും, ആ ഭാഗത്തേക്ക് മാത്രം മ്യൂക്കസ് എത്തിയാൽ മതി. സലൈവ വേണ്ട ഭാഗം ഉണ്ടാവും, അവിടത്തേക്ക് മാത്രം സലൈവ എത്തിയാൽ മതി. അപ്പൊ അതാ ഒരു ഡക്റ്റ് വഴിയാണ് സലൈവ നമ്മുടെ മൗത്തിലേക്ക് എത്തുന്നത്. അതുപോലെ ഇയർ വാക്സ്, ഇയറിന്റെ ഉള്ളിലാണ് അത് വേണ്ടത്. അപ്പൊ അത് ആ ഭാഗത്തേക്ക് ഒരു ഡക്റ്റ് വഴിയാണ് ഇയർ വാക്സ് സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ ഓയിലിന്റെ സെക്രീഷൻ എവിടെയാണോ വേണ്ടത് അങ്ങോട്ടേക്ക് മാത്രം മതി. മിൽക്ക്, അതും ഡക്റ്റ് വഴിയാണ്. ഡൈജസ്റ്റീവ് എൻസൈം ഒക്കെ ചുമ്മാ ബ്ലഡിലേക്ക് അങ്ങ് ഡക്റ്റ് ഒന്നും ഇല്ലാതെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? അവിടെയുള്ളതൊക്കെ ഡൈജസ്റ്റ് ആയി പോകും അല്ലെ. അപ്പൊ ഡൈജസ്റ്റീവ് എൻസൈംസും ഡക്റ്റ് വഴി ടാർഗറ്റ് സൈറ്റിലേക്ക് മാത്രം സെക്രീറ്റ് ചെയ്യുന്നതാണ്. ചില സെൽ പ്രോഡക്ട്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഗ്ലാൻഡിന് ഡക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ച് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, എക്സോക്രൈൻ എന്നും എൻഡോക്രൈൻ എന്നും. ഈ പ്രോഡക്ട്സ് എല്ലാം, അതായത് എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ പ്രോഡക്ട്സ് എല്ലാം റിലീസ് ചെയ്യുന്ന ഡക്റ്റ് വഴി അല്ലെങ്കിൽ ട്യൂബ് വഴിയാണ്. എന്നാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഡക്റ്റ് ഇല്ലാത്തതാണ്. അതിന്റെ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നത്, അതിന്റെ പ്രോഡക്റ്റിന് നമ്മൾ ഹോർമോൺസ് എന്നാണ് പറയുന്നത്. അത് സെക്രീറ്റ് ചെയ്യുന്ന ബോഡി ഫ്ലൂയിഡ്സിലേക്കാണ്, ഡയറക്റ്റ് ബോഡി ഫ്ലൂയിഡിലേക്കാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ ആ ബോഡി ഫ്ലൂയിഡ് ആർ സെക്രീറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബോഡി ഫ്ലൂയിഡ് ബാത്തിങ് ദ ഗ്ലാൻഡ്. ആ ഗ്ലാൻഡിനെ ചുറ്റും കാണുന്ന ബോഡി ഫ്ലൂയിഡ് ഏതാണോ അതിനകത്തേക്കായിരിക്കും അത് സെക്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇന്റർസെല്ലുലാർ
ഇൻറ്റർസ്റ്റീഷ്യൽ അല്ല, ഈ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിംഫ് ഒക്കെ ഉണ്ടല്ലോ, ആ ലിംഫിലേക്കൊക്കെ സെക്രീറ്റ് ചെയ്യും, ലിംഫിൽ നിന്ന് നേരെ അത് ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യും, ബ്ലഡിൽ നിന്ന് ബ്ലഡ് വഴിയാണ് അത് പല ഭാഗത്തേക്ക്, നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്ത് കാണുന്ന, അത് എന്തിൽ കുളിച്ചാണോ ഇരിക്കുന്നത്, ആ ഓരോ ഓർഗൻ എന്തിൽ കുളിച്ചാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലാൻഡ് എന്തിൽ കുളിച്ചാണോ ഇരിക്കുന്നത് ആ ഭാഗത്തേക്ക് തന്നെയായിരിക്കും അതിന്റെ സെക്രീഷൻ. അതിന് ഡക്റ്റ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണയായിട്ട് ബ്ലഡിൽ കുളിച്ചിട്ട് നമ്മുടെ ഒരു സെല്ല് പോലും ഇരിക്കാറില്ല, ബ്ലഡ് സെല്ല് ഒഴികെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കേസിൽ അത് ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. ആ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിലേക്കായിരിക്കും ഈ ഹോർമോൺസിന്റെ സെക്രീഷൻ. ഹോർമോൺസ് പതുക്കെ ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡ് കാപ്പിലറിയിലേക്ക് എൻ്റർ ചെയ്യും, ബ്ലഡ് വഴി അത് ടാർഗറ്റ് സൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹോർമോൺസിന്റെ കേസിൽ. അപ്പോൾ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. കൊളുംനാർ ആൻഡ് ക്യൂബോയിഡൽ സെൽസ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സം ഓഫ് ദ കൊളുംനാർ ഓർ ക്യൂബോയിഡൽ സെൽസ് ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷൻ ആൻഡ് ആർ കോൾഡ് ആസ് glandular epithelium. They are mainly of two types: unicellular, consisting of isolated glandular cells. The example for that is goblet cells of the alimentary canal. അത് columnar cells ആണ് കേട്ടോ. And multicellular, consisting of cluster of cells, salivary gland. അത് ഉണ്ടാക്കിയേക്കുന്നതും എന്തുകൊണ്ടാണ്? columnar cells കൊണ്ടാണ്. On the basis of the mode of pouring of their secretion, glands are divided into two categories, namely exocrine, endocrine gland. Exocrine gland എന്ന് പറയുന്ന ductless glandും endocrine gland എന്ന് പറയുന്ന glands with duct, എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്സ് വിത്ത് ഡക്റ്റും എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഡക്ട്ലെസ് ഗ്ലാൻഡ്സുമാണ്. Exocrine glands secrete mucus, saliva, earwax, oil, milk, digestive enzymes and other cell products. These products are released through duct or tubes. In contrast, endocrine glands do not have ducts. Their product called hormones are secreted directly into the fluid bathing the gland. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നീ കൂടുതൽ ലെയർ, മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സെക്രീഷനും അബ്സോർപ്ഷനും ഒക്കെ അതിനൊരു ലിമിറ്റഡ് റോള് മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കിക്കേ, കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ എത്ര എപ്പിത്തീലിയൽ ലെയേഴ്സ് ആണ് ഇവിടെ കാണുന്നത് നോക്കിയേ. അതുകൊണ്ട് തന്നെ സെക്രീഷനും അബ്സോർപ്ഷനും ഒക്കെ വളരെ ലിമിറ്റഡ് റോളാണ് ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയം പെർഫോം ചെയ്യുന്നുള്ളൂ. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസ് എന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈ സർഫസ് കവർ ചെയ്ത് നിൽക്കുന്നത് ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ മോയിസ്റ്റ് സർഫസ് കവർ ചെയ്ത് നിൽക്കുന്ന ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഫാരിങ്സിനെ കവർ ചെയ്ത് നിൽക്കുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഡക്ട് ഓഫ് സലൈവറി ഗ്ലാൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടുള്ളതാണ്. അതേപോലെ പാൻക്രിയാറ്റിക് ഡക്ട് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അതിനെ ലൈൻ ചെയ്തേക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോമ്പൗണ്ട് എപ്പിത്തീലിയം ഒന്നീ കൂടുതൽ അല്ലെങ്കിൽ മൾട്ടി ലെയർ ഓഫ് സെൽസ്, മൾട്ടി ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെക്രീഷനും അബ്സോർപ്ഷനും അതിന്റെ ഫംഗ്ഷൻ അല്ല. സെക്രീഷനും അബ്സോർപ്ഷൻ ചെയ്യാൻ അതിന് ബുദ്ധിമുട്ടാണ്. അതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്സിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ ഫംഗ്ഷൻ. അത് നമ്മുടെ ബോഡി സർഫസ് അല്ലെങ്കിൽ സ്കിന്നിന്റെ സർഫസ് കവർ ചെയ്ത് നിൽക്കുന്നതാണ്. ബക്കൽ ക്യാവിറ്റിയുടെ മോയിസ്റ്റ് ഏരിയയും ഫാരിങ്സും ഇന്നർ ലൈനിങ് ഓഫ് ദ ഡക്ട് ഓഫ് സലൈവറി ഗ്ലാൻഡും പാൻക്രിയാറ്റിക് ഡക്റ്റും ഒക്കെ കവർ ചെയ്ത് നിൽക്കുന്നത് ഈ പറയുന്ന കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ ലെയർ ഓർ മൾട്ടി ലെയർഡ് ഓഫ് സെൽസ് ആൻഡ് ദസ് ഹാസ് ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ദെയർ മെയിൻ ഫംഗ്ഷൻ ഇസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസ്. ദേ കവർ ദ ഡ്രൈ സർഫസ് ഓഫ് ദ സ്കിൻ, ദ മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഇന്നർ ലൈനിങ് ഓഫ് ദ ഡക്ട് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് ഓഫ് പാൻക്രിയാറ്റിക് ഡക്ട്സ്. ഇനി നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാം. ഈ എപ്പിത്തീലിയത്തിലുള്ള എല്ലാ സെൽസും അത് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു വളരെ കുറച്ച് ഇന്റർസെല്ലുലാർ മെറ്റീരിയലിന്റെ പ്രസൻസോട് കൂടിയിട്ടാണ് കേട്ടോ. വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ. എല്ലാ ആനിമൽ ടിഷ്യൂസിലും, ഏകദേശം എല്ലാ ആനിമൽ ടിഷ്യൂസിലും ഒരു സ്പെഷ്യൽ ജംഗ്ഷൻ ഉണ്ടാവും. ഒരു എന്തിനു വേണ്ടിയിട്ട്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ സെൽസ് ഓഫ് എ ടിഷ്യൂ. ഒരു ടിഷ്യൂവിന്റെ ഉള്ളിലിരിക്കുന്ന സെൽസ് തമ്മിലുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിങ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ജംഗ്ഷൻ ഉണ്ടാവും. അതേപോലെ 3 ടൈപ്പ് ജംഗ്ഷൻസ് ആണ് ഈ എപ്പിത്തീലിയത്തിലും പല അതർ ടിഷ്യൂസിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 3 ജംഗ്ഷൻസ്, ഒന്ന് ടൈറ്റ് ജംഗ്ഷൻ, ഒന്ന് അഡ്ഹിയറിംഗ് ജംഗ്ഷൻ, ഒന്ന് ഗ്യാപ്പ് ജംഗ്ഷൻ ആണ്.
ടൈറ്റ് ജംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സബ്സ്റ്റൻസ് ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് ലീക്ക് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ടിഷ്യൂസ് ടു ടിഷ്യൂ അക്രോസ് എ ടിഷ്യൂ സബ്സ്റ്റൻസ് ലീക്ക് ചെയ്യുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ടൈറ്റ് ജംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അഡ്ഹിയറിംഗ് ജംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് പെർഫോം സിമെന്റിംഗ് ടു കീപ് നെയ്ബറിംഗ് സെൽസ് ടുഗദർ. നെയ്ബറിംഗ് സെൽസിനെ തമ്മിൽ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അതൊരു സിമെന്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അഡ്ഹിയറിംഗ് ജംഗ്ഷൻ. ഗ്യാപ് ജംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെൽ ടു സെൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈറ്റോപ്ലാസം അഡ്ജോയിനിങ് സെൽസ് അടുത്തടുത്തിരിക്കുന്ന രണ്ട് സെൽസിന്റെ സൈറ്റോപ്ലാസങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ആ കണക്ടിങ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസിന്റെ റാപ്പിഡ് ആയിട്ടുള്ള ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെറിയ ചെറിയ മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും അതേസമയം വലിയ മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ടേഷന് വരെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഗ്യാപ് ജംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗ്യാപ് ജംഗ്ഷൻ ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഓൾ സെൽസ് ഇൻ എപ്പിത്തീലിയം ആർ ഹെൽഡ് ടുഗദർ വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ. ഇൻ നിയർലി all animal tissues, specialized junctions provide both the structural and functional links between its individual cells. Three types of cell junctions are found in the epithelium and other tissues. These are called as tight, adhering and gap junction. Tight junctions help to stop substances from leaking across a tissue. Adhering junctions perform cementing to keep neighboring cells together. Gap junction facilitate the cells to communicate with each other by connecting the cytoplasm of adjoining cells for rapid transfer of ions, small molecules and sometimes big molecules also. കേട്ടോ, അപ്പോൾ ഈ ടൈറ്റ് ജംഗ്ഷനും അഡ്ഹിയറിംഗ് ജംഗ്ഷനും ഗ്യാപ് ജംഗ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കണക്റ്റീവ് ടിഷ്യൂ പഠിക്കാം. ഓക്കെ.